ഇതൊരു ചുരുക്കെഴുത്താണ്. സ്നേഹവും പ്രതീക്ഷയും എന്നതിനപ്പുറം ഉള്ളടക്കം ചെറുതാകണമെന്ന ആലോചന കൂടിയുള്ള ചുരുക്കെഴുത്ത്. കത്തിലെ വാക്കുകൾ പരമാവധി കുറയ്ക്കണമല്ലോ, എങ്കിലും ഒരുപാട് കാര്യങ്ങൾ പറയണമല്ലോ. നീ അത് മെസ്സേജിൽ പറയല്ലേ, ഓഡിയോ അയക്ക്, അല്ലെങ്കിൽ ഫ്രീ ആയി കഴിഞ്ഞെന്നെ വിളിക്കുമെന്ന് പറയുന്നവർ ഇക്കാലത്ത് നിരവധിയാണ്. ടെക്സ്റ്റിലൂടെ ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൻ്റെ ടോൺ, തീവ്രത എന്നിവയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണത്. അതങ്ങനെ തന്നെ വേണം, അതാണ് നല്ലത്. എന്നാൽ സ്നേഹവും പരിഭവവും ദുഃഖവുമൊക്കെ എഴുതി മാത്രം പരമാവധി അപ്പുറത്തുള്ള ആളിൽ എത്തിച്ചിരുന്ന കാലമാണ് ഇതിനിടയിൽ നമ്മെ കടന്നു പോകുന്നത്. ഒരേപോലെ തിളങ്ങി നിന്ന വിൻറ്റേജ് താരങ്ങളായതിനാലാകണം തപാലിനും കലണ്ടറിൽ ഒരിടമുണ്ട്. ഒക്ടോബർ 9 ലോക പോസ്റ്റൽ ദിനമാണ്, 10 ദേശീയ പോസ്റ്റൽ ദിനവും. PSC മെമ്മോ ലഭിക്കുന്ന ഇൻസ്റ്റാഗ്രാം റീലിലാണ് ഇപ്പോൾ മിക്കപ്പോഴും തപാലിൻ്റെ സാന്നിധ്യം. മെമ്മോ കിട്ടുന്ന ഉദ്യോഗാർത്ഥി സന്തോഷിക്കുന്നതിനത്ര തന്നെ വിടർന്ന മുഖത്തോടെ ഒരു കാലഘട്ടമാകെ മുറ്റത്തെത്തുന്ന പോസ്റ്റ്മാനെ സ്വീകരിച്ചിട്ടുണ്ടാകണം. അഞ്ചലോട്ടക്കാരിൽ നിന്ന് കൊറിയറിലേക്കും ഓൺലൈൻ വിനിമയങ്ങളിലേക്കുമുള്ള ദൂരം ചെറുതായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ സജീവമായതോടെ സ്വാഭാവികമായും തപാൽ സംവിധാനത്തിൻ്റെ പ്രതാപം മങ്ങി. കേന്ദ്രം സ്വകാര്യ മേഖലയ്ക്ക് ഒരു തലമുറയുടെ ആകെ മെസ്സഞ്ചറായിരുന്ന തപാലിനെ തീരെഴുതി നൽകി. വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇത്രയും എഴുതി കത്ത് ചുരുക്കുന്നു എന്ന് ഇളം നീല ഇൻലൻഡിൽ എഴുതി നെടുവീർപ്പോടെയും കണ്ണീരോടെയും മടക്കി ഉമിനീര് കൊണ്ട് ഒട്ടിച്ച് തപാൽ ഓഫീസിലേക്ക് ഓടുന്ന കാലം ഇനി ഉണ്ടാകില്ല. രജിസ്റ്റേർഡ് പോസ്റ്റ് നിർത്തലാക്കിയ ശേഷം സ്പീഡ് പോസ്റ്റുമായി ബന്ധിപ്പിച്ചത് ഈ കഴിഞ്ഞ മാസമാണല്ലോ. പുതുവത്സര ദിനം പോലെയുള്ള സമയത്ത് പോസ്റ്റ് അയക്കുന്ന അനുഭവത്തിന് സ്കൂൾ ഓർമ്മകളിൽ പ്രത്യേക സ്ഥാനമുണ്ടായിട്ടുണ്ട്, അന്നും ഇന്നും എന്നും. ഇപ്പോഴതും കുറഞ്ഞല്ലോ. എങ്കിലും പീഡികത്തിണ്ണയിലെയും പഴയ നഗരഹൃദയത്തിലെയും തൂങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ട ചുവന്ന പെട്ടി ഒരു കാലത്ത് ഞങ്ങളുടെ മുൻ തലമുറകളുടെ ജീവിതാലോചനകളുടെ വാഹകരായതിന്, കാത്തിരിപ്പിൻ്റെ കൗതുകവും വിഷമവും സന്തോഷവും അനുഭവപ്പെടുത്തിയതിന് നന്ദി.